ഹലോ ഗൈസ്, ഇത് 750 grams ചിക്കനാണ്. മാരിനേഷൻ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാണ് കേട്ടോ. മല്ലിപ്പൊടി, കൊറിയൻഡർ, ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, ശേഷം വെളിച്ചെണ്ണ. ഗൈസ്, ഈ ബോട്ടിലുണ്ടോ, ഇതാണ് നമുക്ക് ഓയിൽ സേവിങ് ബോട്ടിലാണത്. സാധാരണ ഇതിലേക്ക് നമ്മൾ നാളികേരത്തിൻ്റെ ചെറിയ ചെറിയ പീസസ് ഇടാം കേട്ടോ, കട്ട് ചെയ്തിടും. പക്ഷേ ഇവിടെ അത് വെക്കുമ്പോൾ എന്ന് സംബന്ധിച്ചാൽ മോന് മാറ്റി വയ്ക്കുകയാണ്, പീസസ് മാറ്റി. അപ്പോൾ ഞങ്ങൾ അതിന് ഇപ്രാവശ്യം എന്താ ചെയ്യുന്നത്, അതിന് ചതച്ചിടാണ്. ചതച്ചല്ല, ഫ്ലേക്സ് ആയിട്ട് അങ്ങനെ. സവോള കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. സാധാരണ ഇതിന് നമുക്ക് ചെറിയ ഉള്ളി ഇടാം, ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് കൂടുതൽ. എനിക്ക് ചെറിയ ഉള്ളി അവൈലബിൾ അത്രയ്ക്ക് ഇല്ലാത്തതുകൊണ്ടും പിന്നെ എനിക്കത് തൊലി പൊളിക്കാനുള്ള മടി കൊണ്ടുമാണ് കേട്ടോ ഞാൻ വലിയ ഉള്ളിയാണ് അധികം യൂസ് ചെയ്തിരിക്കുന്നത്. എരിവിന് ഡിഫറൻസ് ഉണ്ട്. ഇതിന് ചെറിയ ഉള്ളി യൂസ് ചെയ്യുമ്പോൾ ചെറിയ ഉള്ളി കുറച്ചുകൂടി ഒന്നുകൂടി സ്പൈസി ആയിരിക്കും. പച്ചമുളക് ഇട്ടു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില നല്ലോണം വേണം. നേരത്തെ എനിക്ക് കറിവേപ്പില ഉണ്ടായിരുന്നില്ല. ഞാൻ മാഗ്നേറ്റ് ചെയ്യുമ്പം കറിവേപ്പില മാഗ്നേറ്റ് ചെയ്യുമ്പോൾ ഇടുന്നത് നല്ലതാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ പുറത്ത് പോയിട്ട് ഇപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. മാർബിളിൻ്റെ ഒരു ഇത് വാങ്ങിച്ചിരിക്കുകയാണ്, ഇതിലാണ് ചെയ്യുന്നത് കേട്ടോ. സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു കുക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും സ്പെഷ്യൽ. സാധാരണ കുക്കിങ്ങിൽ കാണുന്നത് ചട്ടി ഒരു ഇമ്പോർട്ടൻ്റ്. എല്ലാവരും വളരെ നീറ്റായിട്ടും അങ്ങനെ പുത്തൻ ചട്ടിയൊക്കെ യൂസ് ചെയ്യുന്നത് കാണുന്നു. പക്ഷേ ഒരു കാര്യം ഉണ്ട്, എന്നറിയാം, ഈ പാചകം എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ പുത്തൻ ചട്ടീൻ്റെ ഒരു പാത്രത്തിൻ്റെ ഉണ്ടാക്കിയതിന് ശേഷം വരുന്ന രുചിയും പിന്നെ പഴയ ചട്ടിയിൽ ഒരുപാട് പാചകങ്ങൾ ചെയ്തതിന് ശേഷം ഉണ്ടാക്കുന്ന ഒരു ചട്ടിയിലും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ഉണ്ടല്ലോ, അതിൻ്റെ ആ ടേസ്റ്റ് ഒന്നും വേറെ തന്നെയാണ് കേട്ടുണ്ട്. അത് നിങ്ങൾ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക. പുതിയ പാത്രം ഉണ്ടാക്കി നോക്കുക, സെയിം റെസിപ്പി അതുണ്ടാക്കും. പിന്നെ സെയിം റെസിപ്പി ഒരു പഴഞ്ചൻ ഒരുപാട് യൂസ് ചെയ്ത ചട്ടി ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അതിൻ്റെ ഡിഫറൻസ് ഒന്നും വേറെ തന്നെയാണ് അല്ലേ? തീർച്ചയായും. അതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇടാൻ പോകണം കേട്ടോ. ഇത് മാരിനേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ മിനിമം 2 hours മേലെ കേട്ടോ. ഞങ്ങൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ CSD ക്യാൻറ്റീനിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിയപ്പോൾ പിന്നെ ഞാനൊരു ആർമി പേഴ്സണെ കണ്ട് ഞങ്ങൾക്ക് ആർമീൻ്റെ ക്യാൻറ്റീൻ സാധനങ്ങൾ വാങ്ങാനുള്ള സമയമായി. മീൻസ് ലൈക്ക് ലിക്വർ ആൻഡ് അതർ ഗ്രോസറി. കുരുമുളക് പൊടി പൗഡർ അല്ല കേട്ടോ, കുരുമുളക് കുരുമുളക് നമ്മളങ്ങനെ ഇടിച്ച് പൊടിയാക്കിയത് ഇടുന്നതാണ്. അതാണ് ഗൈസ് അതിൻ്റെ ഡിഫറൻസ് തരുന്നത്. ജസ്റ്റ് 5 minutes, ഒരു 5 to 8 minutes നമ്മൾ ഇതിനെ ഒന്ന് അടച്ച് വയ്ക്കുക പാത്രം കൊണ്ട്. അപ്പോൾ ആ ചൂട് കംപ്ലീറ്റ് എല്ലാത്തിലേക്കും നെറ്റി നല്ലോണം അത് ഇതായി കിട്ടും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിലേക്ക് നോക്കൂ, നിങ്ങൾ കാണുന്നുണ്ട് നമ്മൾ ഓൾറെഡി മാക്സിമം ഇതിൻ്റെ ഫ്രൈ ലെവലിലേക്ക് ആ ലാസ്റ്റ് ഫൈനൽ സ്ട്രക്ചറിലേക്ക് എത്തി. പക്ഷേ നമുക്ക് തോന്നുന്നത് കുറച്ചുകൂടി ആയാലോ നന്നാണ് അല്ലേ? അപ്പോൾ ഒന്നുകൂടി അതിൻ്റെ ഒരു ക്രിസ്പിനെസ്സും ഇതൊന്ന് കിട്ടണമെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ലേശം ഫൈനലി ഒന്നും കൂടി എണ്ണ ഒഴിക്കുക ആൻഡ് കുറച്ചുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ എന്താവും, അത് കംപ്ലീറ്റ്ലി അതിൻ്റെ ആ രസം ജ്യൂസ് എല്ലാം അതിലേക്ക് ഇറക്കി വന്നാൽ എല്ലാം മിക്സായിട്ട് കിട്ടും. അപ്പോൾ അത് ഒന്നുകൂടി പിന്നെ ആ എണ്ണ ഒന്നുകൂടി അത് ഊർന്ന് താഴ്ത്തി വരും കേട്ടോ. കോക്കനട്ട് നമ്മൾ സ്ക്രാബിൾ ചെയ്തിട്ട് എന്താ പറയുക, അതിലേക്ക് ഫ്ലേക്സ് നമുക്ക് ഇടുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ അത് നിങ്ങൾ ലാസ്റ്റ് ഫ്രൈ ആയിട്ട് അതിൻ്റെ കൂടെ വന്ന് വരുമ്പോൾ ഉണ്ടാവും ലാസ്റ്റ് ഒരു ആ ടേസ്റ്റ് ഉണ്ടാവല്ലോ, അത് അടിപൊളിയാണ്. ഭയങ്കര ഡിഫറെൻറ്റ് ഒരു ടേസ്റ്റ് തന്നെ അതിൻ്റെ. ഇറ്റ് വിൽ ബി സ്ക്രംഷ്യസ് എന്ന് പറയാം. സ്ക്രംഷ്യസ് നമ്മൾ പറയാം, സ്ക്രംഷ്യസ്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ സംഭവം മനസ്സിലായില്ലേ? ഇതായിരുന്നു ഒരു ബർത്ത്ഡേ, എൻ്റെ മിസ്സസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതിന് വേണ്ടിയായിരുന്നു ഇതൊക്കെ ഉണ്ടാക്കിയത്. അടിച്ച് പൊളിച്ച് ഞങ്ങൾ സൂപ്പറായിട്ട് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് മീൻസ് നമ്മുടെ നാടൻ കുക്കിംഗ് സിമ്പിളായിട്ട് കുറച്ച് മാജിക്ക് കിട്ടും. നമ്മൾ സാധാരണ വെളിച്ചെണ്ണ ഒഴിച്ച്. ഇന്ന് April 8th എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോഴാണ് ഞാനിങ്ങനെ ഒരു നെയ്ച്ചോറും പിന്നെ ചിക്കനും സാലഡും ഉണ്ടാക്കിയത്. മോൻ എക്സാം ആയിരുന്നു. മോൻ എക്സാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞങ്ങൾ പടപടാന്ന് ഉണ്ടാക്കിയതാണ്. ഇന്ന് എൻ്റെ ഹസ്ബൻഡ് ലീവാണ്, എൻ്റെ പിറന്നാളായിട്ട് ലീവ് എടുത്തിരിക്കുകയാണ്. പിന്നെ ഞാനൊരു ഐസ്ക്രീം കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, അതൊക്കെ കാണിച്ചു തരാം. ചിക്കൻ അസലായിട്ടുണ്ട് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ലോണം അതേപോലെ തന്നെ ആ എണ്ണയിൽ തന്നെ മുരിഞ്ഞു വന്ന നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ.